243 എത്ര ഘടകങ്ങളുണ്ട്? അപ്പോൾ നമുക്കിവിടെ 243 ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം 243 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അപ്പോൾ 243 ഘടകങ്ങളായിട്ട് വരുന്ന അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. നോക്കുക, 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നൊരു സംഖ്യ അല്ല ഇത്, ഇരട്ട സംഖ്യ അല്ല, അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതേസമയം 3 കൊണ്ട് ഹരിക്കാൻ പറ്റും ഇതിനെ. നോക്കുക, 4 3 7 2 9, അക്കങ്ങളുടെ തുക 9 ആണ്. അത് 3ൻ്റെ ഗുണിതമായതുകൊണ്ട് 243 3 കൊണ്ട് ഹരിക്കാം. നമുക്കിതിനെ 3 കൊണ്ട് ഹരിക്കാം. 24 3 കൊണ്ട് ഹരിച്ചാൽ 8, 3 3 കൊണ്ട് ഹരിച്ചാൽ 1. വീണ്ടും 81 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. ഒരിക്കൽ കൂടി 3 കൊണ്ട് ഹരിക്കുന്നു. 81 3 കൊണ്ട് ഹരിച്ചാൽ 27 എന്ന് വരും. 27 3ൻ്റെ ഗുണിതമാണ്. 3 കൊണ്ട് ഹരിക്കുന്നു 9, വീണ്ടും 3 കൊണ്ട് ഹരിക്കുക 3. അപ്പോൾ 3 5 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 243 കിട്ടും. അല്ലെങ്കിൽ 243 സമം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ആണ്. ഇത് നമുക്ക് ചുരുക്കി 3⁵5 എന്ന് എഴുതാം. 3ൻ്റെ പവർ 5 വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് എഴുതി. അപ്പോൾ ഈ 5 ആണ് നമുക്ക് വേണ്ടത്. കാരണം ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഈ പവറിനോട് 1 കൂട്ടിയാൽ മതി. അതായത് ഘടകങ്ങളുടെ എണ്ണം 5 + 1 = 6 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 6. റൂട്ട് ഓഫ് 0.0081 എത്ര? നമുക്കിവിടെ 0.0081 വർഗ്ഗമൂലം എഴുതണം. നമുക്കറിയാം 81 വർഗ്ഗമൂലം 9 ആണ്. റൂട്ട് ഓഫ് 81 9 ആണ്. ഇവിടെ 0.0081 വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 4 അക്കങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ടാവും. അപ്പോൾ 0.0081 വർഗ്ഗമൂലം എഴുതുന്നതിന് ഇത്രയും ചെയ്താൽ മതി. 9 എഴുതുക. ഇനി നമുക്ക് ഡെസിമൽ പോയിൻറ്റ് കൊടുക്കണം. ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങൾ വരുന്ന രീതിയിൽ. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങൾ വരണമെങ്കിൽ 9ന് ഇടതുവശത്ത് ഒരു 0 കൂടെ ചേർത്ത് അതിന് പുറകിൽ വേണം ഡെസിമൽ പോയിൻറ്റ് കൊടുക്കാൻ. നമുക്ക് ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് ഇടതുവശത്ത് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.09 ആണ് നമുക്ക് വേണ്ട ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ 0.09. ക്വസ്റ്റ്യൻ 1 2 5 16 65 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദമേത്? അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ തന്നിരിക്കുന്ന പദങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബന്ധം ഇത്രയേ ഉള്ളൂ. ഈ 1നെ 1 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? ഓരോന്ന് 1, 1 + 1 2 ഇനി 2നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആയി. അതിനോട് 1 കൂട്ടിയാൽ 5 കിട്ടും. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15, 15നോട് 1 കൂട്ടിയാൽ 16 ആയി. ഇനി 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 64, 16 ഗുണം 4 64, 64നോട് 1 കൂട്ടിയാൽ 65 ആയി. അപ്പോൾ അടുത്തത് വേണ്ടത് 65നെ 5 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടണം. അപ്പോൾ 65 ഗുണം 5 എത്ര വരും? 325 വരും. അതിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 326. അപ്പോൾ അടുത്ത പദം 326 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒറ്റയാനെ കണ്ടെത്തുക. 91 93 95 97 99. അപ്പോൾ 91 93 95 97 99 ഇവയിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ കണ്ടുപിടിക്കണം. ഇവയിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ 97 ആണ്. അതൊരു അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പറാണ്. ബാക്കിയുള്ളതെല്ലാം കോമ്പസിറ്റ് നമ്പറാണ്. അപ്പോൾ 97 ആണ് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി 97.